ഇനി നമുക്ക് നോക്കാനുള്ളത് ആകാശം എന്ന ഭൂതത്തിലെ, ഇതിനെക്കുറിച്ച് നമ്മൾ മുമ്പ് പറഞ്ഞു തോന്നുന്നു. ആകാശം എന്ന ഭൂതത്തിലെ പഞ്ചതന്മാത്രകളുണ്ട്. ഓരോ ഭൂതവും തന്മാത്രകളായി മാറി. തന്മാത്ര പറഞ്ഞാൽ നമ്മളുടെ അനുഭവത്തിന്റെ ഏറ്റവും സൂക്ഷ്മമായ തലത്തിനാണ്. അപ്പൊ ആകാശഭൂതത്തിന്റെ ഇവിടെ തന്മാത്ര എഴുതണം കേട്ടോ. ഇത് ഭൂതം, ഇവിടെ തന്മാത്ര എന്ന് എഴുതണം. പിന്നെ ഇന്ദ്രിയങ്ങളാണ്. ജ്ഞാനേന്ദ്രിയം, കർമ്മേന്ദ്രിയം. ഇങ്ങനെ എഴുതണം. ആകാശം, ആകാശത്തിന്റെ തന്മാത്രയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ്. ശബ്ദം, ശബ്ദത്തിന്റെ ജ്ഞാനേന്ദ്രിയം ശ്രോത്രം. കർമ്മേന്ദ്രിയം വാക്ക്, പറയുക. ശ്രോത്രേന്ദ്രിയം എന്ന് എഴുതണം കേട്ടോ. ശ്രോത്രേന്ദ്രിയത്തിന്റെ അവയവമാണ് ചെവി. ചെവിക്ക് ഇന്ദ്രിയ ശക്തി ഉണ്ടെങ്കിലേ കേൾക്കാൻ പറ്റുള്ളൂ. അങ്ങനെയൊക്കെയാണ്. അപ്പൊ ഈ ഏറ്റവും സൂക്ഷ്മമായ ഭൂതം, ഏറ്റവും സൂക്ഷ്മമായ അനുഭവം ശബ്ദം. ഇങ്ങനെയാണ് പറയുന്നത്. നമ്മളിത് കണ്ടു. ഓരോ ഇന്ദ്രിയവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കണം. ഒന്നിന്ന് വേറൊന്നുണ്ട്. ഇതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടോന്ന് ഓർമ്മിക്കണം. അതിന് ശേഷം ഉള്ളതാണ് വായു. വായുവിന്റെ അനുഭവം എന്താണ്? സ്പർശം. എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ്? ത്വക്കുമായിട്ട് ബന്ധപ്പെട്ടാണ്. ജ്ഞാനേന്ദ്രിയം ത്വക്കാണ്. ഇതിന്റെ കർമ്മേന്ദ്രിയത്തിന് പാണി എന്നാണ്. പാണി എന്ന് പറഞ്ഞാൽ നമ്മൾ കൈ എന്നാണ്. എടുക്കുക, കൊടുക്കുക, അതൊക്കെ. ഇതാണ് നമ്മുടെ ജീവിതമാണ് ഈ വരയ്ക്കുന്നത്. ഇത്രയൊക്കെ ഉള്ളൂ ജീവിതത്തിൽ. ഞാൻ എന്നുള്ള അഹങ്കാരം തോന്നുമ്പോൾ നമ്മൾ ഇതൊക്കെ ആലോചിക്കണം. എവിടുന്ന ഈ സാധനം പൊന്തി വരുന്നത്? നെക്സ്റ്റ്, അഗ്നി. പാണി എന്ന് പറഞ്ഞാൽ കൈ എന്നാണ് അർത്ഥം. ആകാശം, വായു, അഗ്നി. അഗ്നിയുടെ അനുഭവം രൂപം. ഇതൊക്കെ നോട്ട്സ് എഴുതി വെച്ചോളൂട്ടെ. രൂപം നമ്മൾ കണ്ണുകൊണ്ടാണ് കാണുക. അപ്പം നേത്രം, നേത്രേന്ദ്രിയം കണ്ണ്. ചലനങ്ങളൊക്കെ പാദം. ഇതും ഈ ശക്തിയുടെ അണ്ടറിലാണ്. ഇതിന്ന് ഇതുണ്ടായി എന്നല്ല മനസ്സിലാക്കേണ്ടത്. ഈ അനുഭവങ്ങളുടെയൊക്കെ പ്രതീകം ആയിട്ടാണ് ഈ ഭൂതം നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ ഈ അനുഭവത്തിൽ നിന്നൊക്കെ നമുക്ക് ഇതിലേക്ക് എത്തിച്ചേരാൻ സാധിക്കണം. ഒരു രൂപം കാണുമ്പം ഉടനെ കണ്ണിനെ കുറിച്ച് ഓർമ്മ വരും. എൻ്റെ നേത്രേന്ദ്രിയമാണ് പ്രവർത്തിക്കുന്നത്. നേത്രേന്ദ്രിയം പ്രവർത്തിക്കണമെങ്കിൽ അഗ്നിഭൂതമാണ്. അഗ്നിഭൂതം എവിടെ നിന്നുണ്ടായി? നമ്മൾ പിന്നെ ത്രിഗുണങ്ങളിലേക്ക് പോകും. അത് ഇനി വേറൊരു ക്ലാസ്സിൽ പറയാം. ഇതുവരെ എത്തി നിന്ന് കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു. ഓരോ അനുഭവം വരുമ്പോൾ, നടക്കുമ്പോൾ അഗ്നിയെക്കുറിച്ച് ഓർമ്മ വരിക, എടുക്കലും കൊടുക്കലും ആകുമ്പോൾ വായുവിനെ കുറിച്ച് ഓർമ്മ വരിക, സംസാരിക്കുമ്പോൾ ആകാശഭൂതത്തിന് ഓർമ്മ വരിക. അഗ്നിയിൽ നിന്ന് ജലം, ജലത്തിന്റെ അനുഭവം രസം. രസത്തിനെ പലരും ടേസ്റ്റ് എന്നാ പറയുന്നത്. ടേസ്റ്റ് എന്ന അനുഭവമല്ല. ഒരു ഇന്ദ്രിയം, രണ്ട് ഇന്ദ്രിയം, മൂന്ന് ഇന്ദ്രിയം, നാല് ഇന്ദ്രിയം. 4 ഇന്ദ്രിയങ്ങളുടെ തലത്തിലുള്ള അനുഭവങ്ങൾ എന്ന തലത്തിൽ മനസ്സിലാക്കാം. നമുക്കിപ്പം അറിയുന്ന ഈ ജാഗ്രത അവസ്ഥയിൽ നമ്മൾ 5 ഇന്ദ്രിയങ്ങളെ അറിയുന്നുള്ളൂ. ഓരോ തലവും ഉണ്ട് ഇതിൻ്റെ. അപ്പൊ ജലതത്വത്തിന് നമ്മൾ നാവിനെന്താ പറയാ? ജിഹ്വ, നാക്ക് അല്ലേ? കണ്ണ്, നാക്ക്, ത്വക്ക്, മൂക്ക്, ചെവി എന്നൊക്കെ പറയും. ജിഹ്വ. കർമ്മേന്ദ്രിയത്തിൽ പായു. പായു എന്ന് പറഞ്ഞാൽ വിസർജന അവയവങ്ങളാണ്, വിസർജ്യങ്ങളാണ് പായു. അതുകൊണ്ട് ശരീരത്തിൽ നടക്കുന്ന ഫംഗ്ഷനാണ് ഇതൊക്കെ നമ്മുടെ ശരീരത്തിലുള്ള കാര്യം കേട്ടോ. നമ്മളുടെ അനുഭവങ്ങൾ ഈ തലത്തിലുള്ളൂ. അതൊക്കെ എവിടെ നിന്ന്? ഓരോന്നും വരുമ്പോൾ നമുക്ക് ഇത് ഓർമ്മ വരണം. ഇത് വരുമ്പോൾ എന്ത് വരും? ത്രിഗുണങ്ങളുമായിട്ട് ബന്ധിച്ച് വരും. അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ജലത്തിൽ നിന്ന് ഭൂമി. എന്ത് ബാക്കിയുണ്ട് ഇവിടെ? ഗന്ധം.
ഘ്രാണേന്ദ്രിയം എന്ന് പറഞ്ഞാൽ മൂക്ക്, ഘ്രാണേന്ദ്രിയം. കർമ്മേന്ദ്രിയത്തിൽ ഇതിന് ഉപസ്ഥം ആണ്. 5 കർമ്മേന്ദ്രിയങ്ങൾ: വാക്ക്, പാണി, പാദം, പായു, ഉപസ്ഥം. ഉപസ്ഥം എന്ന് പറഞ്ഞാൽ പ്രത്യുൽപാദനം, പറയുക, എടുക്കുക, കൊടുക്കുക, ചലിക്കുക, ഓടുക, ചാടുക, അതൊക്കെയാണ് ഇതിൽ. വിസർജിക്കുക, പ്രത്യുൽപാദനം. അനുഭവങ്ങൾ എന്തൊക്കെയാണ്? കേൾക്കുക, സ്പർശിക്കുക, കാണുക, രുചിക്കുക, മണക്കുക. അത്രയേ ഉള്ളൂ. അനുഭവങ്ങൾ നമുക്ക് ഈ 5 തലത്തിൽ മാത്രമേ ഉള്ളൂ. 5 അനുഭവങ്ങൾ, വേറെ ഒന്നുമില്ല. സ്ഥൂല തലത്തിലുള്ള അനുഭവങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അതൊക്കെ പ്രതിനിധാനം ചെയ്യുന്നത് ഇവിടുന്നാണ്, ഈ ഭൂമി. ഇത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഏറെക്കുറയായി ഇത്രയും കാര്യങ്ങൾ. എല്ലാവരും പറയും പഞ്ചഭൂതത്തിൽ നിന്നല്ലേ ഇതൊക്കെ ഉണ്ടായത് നമുക്ക് ചോദിക്കാം എല്ലാവരും. അപ്പൊ ഇങ്ങനെ ആരും പറയാറില്ല, അല്ലെങ്കിൽ ഇങ്ങനെ ചിന്തിക്കാൻ നമുക്ക് സാധിക്കാറില്ല. ഇനിയാണ് ഏറ്റവും രസകരമായ ഭാഗങ്ങൾ വരുന്നത് നമ്മുടെ ജീവിതത്തിന്റെ. നമ്മളുടെ ശരീരം നോക്കി, നമ്മളുടെ മനസ്സിനെ നോക്കി, നമ്മളുടെ വിചാര വികാരങ്ങളെ നോക്കി അതിൽ എങ്ങനെ ഈശ്വരനെ കാണാം